പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ 1ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. പാരലൽ ലൈൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടികൾ ഇവിടെ ഉണ്ട്. ഒരു കുറച്ച് പാരലൽ ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആയതല്ല. അപ്പോൾ കുറച്ച് പാരലൽ ലൈൻസ് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ദീസ് പാരലൽ ലൈൻസ് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസും എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ സം പാരലൽ ലൈൻസ് ആർ ഡ്രോൺ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ്. സപ്പോസ് അനദർ ലൈൻ ഈസ് ഡ്രോൺ സ്ലാൻഡഡ് ലൈൻ, ഒരു ചെരിഞ്ഞൊരു വര വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് ഒന്ന് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ടൂൾ വെച്ച് അളന്ന് നോക്കാം. ഒന്ന് അളന്ന് നോക്കി കഴിഞ്ഞാൽ കേട്ടോ, ഇതും 0.63 0.63 0.63 ഇതിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് കാണാം. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്, ഒരു സെറ്റ് ഓഫ് പാരലൽ ലൈൻസ്. ആ പാരലൽ ലൈൻസ് എങ്ങനെയാണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഒരേ അകലത്തിൽ വരച്ചിരിക്കുന്ന പാരലൽ ലൈൻസ് അതിന് മറ്റേത് വരെയും ഒരേ ഡിസ്റ്റൻസിൽ തന്നെ കട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇത് നമുക്ക് തെളിയിക്കാനും പറ്റും. Parallel lines at equal distance apart cut any other line into equal pieces. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഒരേ അകലത്തിൽ വരച്ചിരിക്കുന്ന പാരലൽ ലൈൻസ് അതിന് പാരലായിട്ട് അല്ലെങ്കിൽ മറ്റേതൊരു വരയെ അതിനെ കട്ട് ചെയ്യുന്നതും ഒരേ അകലത്തിൽ തന്നെ കട്ട് ചെയ്യും. Parallel lines at equal distance apart cut any other line into equal pieces. വേറെ ഒരു സെറ്റ് പാരലൽ ലൈൻസ് ഇവിടെ വരച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈക്വൽ ഡിസ്റ്റൻസിലാണ് പാരലൽ ലൈൻസ് വരച്ചിരിക്കുന്നത്. അതിന് പാരലൽ അല്ലാത്ത മറ്റൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ വരച്ചത് എങ്ങനെയാണ്, ഒരേ ഡിസ്റ്റൻസിലാണ് വരച്ചത്. ഇവിടെ അതുപോലെ തന്നെ ഒരേ ഡിസ്റ്റൻസിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലൈൻസ് ഈ ഡിസ്റ്റൻസുകളെല്ലാം ഈക്വൽ ആണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതൊന്ന് നോക്കാം. അപ്പോൾ കേട്ടോ, ഇവിടെ ഞാനിങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടെയും പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടെയും പെർപെൻഡിക്കുലർ വരച്ചു, ഇങ്ങനെ ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഈ പാരലൽ ലൈൻസ് വരച്ചത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇത് കണ്ടോ. അതുപോലെ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇത്. അതുപോലെ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ എല്ലാത്തിനും ഈക്വൽ ആണ്. കൂടാതെ നോക്കുക, ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 90, ഇതെല്ലാം റൈറ്റ് ട്രയാങ്കിൾ ആണ്. കൂടാതെ ഈ ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഒരു സൈഡും ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് ഇതെല്ലാം. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് എല്ലാത്തിനും ഈക്വൽ ആണ്. കൂടാതെ ഇതിന്റെ ആംഗിൾസ്, അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന രീതിയിൽ ആംഗിൾസ് എല്ലാം ഈക്വൽ, ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പോൾ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയ ട്രയാങ്കിൾ ആണ്. കൂടാതെ വൺ സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ബാക്കി സൈഡ്സും അപ്പോൾ എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസുകളും ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി, പാരലൽ ലൈൻസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ട് കട്ട് എനി അതർ ലൈൻസ് ഇൻടു ഈക്വൽ പീസ്. ഒരേ അകലത്തിൽ വരച്ചിരിക്കുന്ന പാരലൽ ലൈൻസ് ഏതൊരു ലൈനെയും, അതിൽ കട്ട് ചെയ്യുന്ന ഏതൊരു ലൈനെയും ഒരേ അകലത്തിൽ തന്നെ കട്ട് ചെയ്യും. ആണല്ലോ. ഓക്കെ, ഇത് തന്നെ ഇനി നമുക്ക് നേരെ തിരിച്ചും പറയാലോ. ഇതുപോലെ ഒരേ അകലത്തിൽ ഒരു ലൈനെ ഒരേ അകലത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന ലൈൻസ് എല്ലാം ഒരേ ഡിസ്റ്റൻസിലായിരിക്കും. നേരെ തിരിച്ചും പറയാം. അതെങ്ങനെയാ വരിക, അതായത് ഈ പാരലൽ ലൈൻസ് ഇങ്ങനെ വരച്ചിരിക്കുന്നു, അതിനെ ഒരു ലൈൻ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ് എങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഇത് തമ്മിലുള്ള ഈ അകലം ഈക്വൽ ആയിരിക്കും. ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ പറഞ്ഞത് പാരലൽ ലൈൻസ് അറ്റ് ഈക്വൽ, ഒരേ അകലത്തിലുള്ള പാരലൽ ലൈൻസ് ഏതൊരു ലൈനെയും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. ഇവിടെ ഒരു ലൈന് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന ലൈൻ എല്ലാം ഒരേ അകലത്തിലായിരിക്കും എന്ന് നേരെ തിരിച്ചു. അപ്പോൾ അത് എങ്ങനെയാ പറയാ നോക്കിയേ, ഇവിടെ ഈ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ. ഇത് അതായത് ഈ ഹൈപ്പോട്ടന്യൂസ് എല്ലാത്തിലും ഈക്വലാണ്. കൂടാതെ ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്, 90 ഡിഗ്രി ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾസ് എല്ലാം ഒരേ ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസ് ആണ്. കൂടാതെ ഒരു സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾസിന്റെ ബാക്കി സൈഡ്സും ഈക്വൽ ആവും. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഈക്വൽ ആവും. അപ്പോൾ ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാലും അത് കറക്റ്റ് ആയിരിക്കും. അതായത് ഒരേ അകലത്തിലുള്ള പാരലൽ ലൈൻസ്
അതിനെ കട്ട് ചെയ്യുന്ന ഏതൊരു ലൈനെയും തുല്യമായിട്ട് കട്ട് ചെയ്യും. പിന്നെ പറഞ്ഞത് ഒരേ നീളത്തിൽ കട്ട് ചെയ്യുന്നത്, അതായത് കുറെ പാരലൽ ലൈൻസ് ഒരു ലൈനെ ഒരേ നീളത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഒരേ അകലത്തിലായിരിക്കും. അതായത് പാരലൽ ലൈൻസ് വിച്ച് കട്ട് സം ലൈൻ ഇൻടു ഈക്വൽ പീസസ് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ട്. ഇതിന്റെ നേരെ കോൺവേഴ്സ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ നോട്ട്ബുക്കിൽ ലൈൻസ് വരച്ച് പാരലൽ ലൈൻസ് വരച്ചിട്ട് ഈ കോമ്പസ് ഉപയോഗിച്ചത് ഇങ്ങനെ ഇതിന്റെ അളവ് അളന്നെടുക്കുക, അതിന്റെ മുകളിൽ വെച്ച് നോക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. അതുപോലെ ഇവിടെ വെച്ച് നോക്കുക, ഇതെല്ലാം അങ്ങനെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതുപോലെ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഒരേ അകലത്തിൽ പാരലൽ ലൈൻസ് വരയ്ക്കുക, അതിന് മറ്റൊരു ലൈൻ ചെരിഞ്ഞ വര വരയ്ക്കുക, അതിന് കട്ട് ചെയ്യുന്ന അകലങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് ഇങ്ങനെ അളന്ന് നോക്കുക. കോമ്പസ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അളവ് എത്രയായാലും പ്രശ്നമില്ല. ഏത് വര വരച്ചാലും നമുക്ക് ഇഷ്ടംപോലെ വര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരയ്ക്കാം. അങ്ങനെ വരച്ചു കഴിഞ്ഞാലും നമുക്ക് ഇപ്പോൾ പാരലൽ ലൈൻസ് വിച്ച് കട്ട് വൺ ലൈൻ ഇൻടു ഈക്വൽ പീസസ് കട്ട് ഓൾ ലൈൻസ് ഇൻടു ഈക്വൽ പീസസ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്, പാരലൽ ലൈൻസിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വെച്ച് സപ്പോസ് വി വാണ്ട് ടു കട്ട് എ 7 cm ലോങ് ലൈൻ ഇൻടു 3 ഈക്വൽ പീസസ്. 7 cm ഉള്ള ഒരു ലൈൻ നമുക്ക് 3 ഈക്വൽ പാർട്ടായിട്ട് വരയ്ക്കണം. 3 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചത് പറ്റില്ല. എന്താ കാരണം 7നെ 3 ഡിവൈഡ് ചെയ്യാൻ എളുപ്പമല്ല. പക്ഷേ 6 cm ആണെങ്കിൽ നമുക്ക് പറ്റും. 2 cm വീതം അടയാളപ്പെടുത്തും. അപ്പോൾ സ്കെയിൽ വെച്ച് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞ ഈ പ്രോപ്പർട്ടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 cm, അതായത് 4 പാരലൽ ലൈൻസ് ഇങ്ങനെ വരച്ചിരിക്കുന്നു. അതായത് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ഇത് 2 cm, ഇത് 2 cm, 2 cm. ഒരേ അകലത്തിൽ 4 പാരലൽ ലൈൻസ് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. അതായത് ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതെല്ലാം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേ ഡിസ്റ്റൻസിൽ 4 പാരലൽ ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. അതിന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 7 cm ലെങ്താണുള്ള ലൈനാണല്ലോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പോയിന്റ് എടുത്തിട്ട് അവിടെ നിന്ന് 7 cm ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ 7 cm ലെങ്തുള്ള ലൈൻ കിട്ടി. അപ്പോൾ ആദ്യം എന്ത് ചെയ്തത്, ഒരു ലൈൻ, അതിനെ എത്ര സെന്റിമീറ്റർ, 6 cm വേണമെങ്കിൽ പറയാം, 2 cm ഒരേ അകലത്തിൽ 4 ലൈൻസ് പാരലൽ ലൈൻസ് വരച്ചിരിക്കുന്നു ഒരേ അകലത്തിൽ. ഇത് 3 ഈക്വലാണ്. ഒന്നുപോലെ കോമ്പസ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2 cm 2 cm 2 cm അങ്ങനെ എടുത്താൽ മതി. 6 cm നോട്ട് എടുക്കുക, മൊത്തം 6 cm വരയ്ക്കുക, 2 cm ഇത് എടുക്കുക. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. ഒരു ലൈൻ വരച്ചിട്ട് അതിൽ 3 ഈക്വൽ പാർട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയാലും മതി. എന്നിട്ട് അവിടെയൊക്കെ പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചു. അതിനുശേഷം ഇതിലൊരു പോയിന്റ് എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് 7 cm ലെങ്താണ് വേണ്ടത്. അപ്പോൾ 7 cm ഉള്ള ഒരു ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ അത് 7 cm ലെങ്തുള്ള ഒരു ലൈൻ വരച്ചു. അപ്പോൾ 7 cm ലെങ്തുള്ള ലൈൻ ഈ പാരലൽ ലൈൻസിനിടയ്ക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് 3 ഈക്വൽ ആണെങ്കിൽ ഇത് 3 ഈക്വൽ ആയിരിക്കണ്ടേ. അപ്പോൾ നോക്കുക, അതായത് കണ്ടോ, ഈ ലെങ്തും ഈ ലെങ്തും ഈ ലെങ്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 7 cm ലെങ്തുള്ള ലൈനെ 3 ഈക്വൽ പാർട്ടാക്കി നമ്മൾ വരച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് വരയ്ക്കണം നിർബന്ധമല്ല. ഈ പോയിന്റിൽ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും അതായിരിക്കും കുറച്ചുകൂടെ സൗകര്യപ്രദം. ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതിപ്പോൾ എവിടെ വേണമെങ്കിലും വരയ്ക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ എളുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് ഉപയോഗിച്ച് നമുക്കൊരു പ്രവർത്തനത്തിലേക്ക് പോകാം. നോക്കിക്കോളൂ. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 10 cm ആൻഡ് കട്ട് ഇൻടു 3 ഈക്വൽ പാർട്സ്. അതായത് 10 cm നീളമുള്ള ഒരു വരയെ 3 ഈക്വൽ പാർട്ടാക്കണം. 10നെ 3 ആക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് കിട്ടൂല. കിട്ടുമോ? കാരണം 3.33 അങ്ങനെ പോകുമ്പോൾ ഒരു പാർട്ട്. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ പ്രോപ്പർട്ടി നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താം. 10 cm ലെങ്തുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇതിനെ 3 ഈക്വൽ പാർട്ടാക്കി വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ചെരിഞ്ഞ വര അങ്ങ് വരയ്ക്കും. സ്റ്റാൻഡേർഡ് ലൈൻ ഇതുപോലെ ഒരു ചെരിഞ്ഞ വര വരയ്ക്കും. അങ്ങനെ വരച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരയിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇതുപോലെ 3 പോയിന്റ് അടയാളപ്പെടുത്തും. ഈ പുതിയതായിട്ട് വരച്ച ലൈൻ നമുക്ക് ഇതിനെയാണ് 3 ഈക്വൽ പാർട്ട് ആക്കേണ്ടത്. അതിന് പകരം മറ്റൊരു വര വരച്ചിട്ട് അതിൽ 3 ഈക്വൽ പാർട്ട് അടയാളപ്പെടുത്തി. 2 cm അങ്ങനെ എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ കോമ്പസ് ഉപയോഗിച്ച് എടുക്കാം. അതായിരിക്കും നല്ലത്. ഈ മൂന്നാമത്തെ പാർട്ടുമായിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യാം. മൂന്നാമത്തെ പാർട്ടുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിന് പാരലായിട്ട് ഇതിലൂടെ പാരലായി വരയ്ക്കണം, ഇതിലൂടെയും വരയ്ക്കണം.
അപ്പോൾ ഇതുപോലെ 3 പാരലൽ ലൈൻസ്. അപ്പോൾ ഈ 3 ഡിസ്റ്റൻസ് ഈക്വൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്? ഒരു വരയെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അടുത്ത വരയെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് 3 ഈക്വൽ ആയതുകൊണ്ട് ഇത് 3 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 10 സെന്റിമീറ്റർ വരയെ 3 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. 3 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് കോമ്പസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാം. വേറൊരു ചോദ്യം കൂടി നോക്കാം. അതായത് 11 സെന്റിമീറ്റർ പെരിമീറ്റർ വരുന്ന ഒരു ഡ്രോ ആൻ ഈക്വലായിട്ട് ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെന്റിമീറ്റർ. 11 സെന്റിമീറ്റർ പെരിമീറ്റർ ചുറ്റളവ് വരുന്ന ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. അപ്പോൾ ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്താ? 3 വശത്തിൻ്റെയും കൂടി നീളം കൂട്ടുന്നതാണ് ചുറ്റളവ്. ലെങ്ത് ഓഫ് ദി ഔട്ടർ ബൗണ്ടറി ആണ്. അപ്പോൾ 3 സൈഡ് ഇവിടെ ഈക്വലാണ്. അപ്പോൾ ആ ചുറ്റളവിൻ്റെ 3 അതായത് 11 3 തുല്യമായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗമായിരിക്കും സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം. അപ്പോൾ ഇതിൻ്റെ 3 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 10 3 തുല്യ ഭാഗമാക്കിയില്ലേ, അതുപോലെ 11 3 തുല്യ ഭാഗമാക്കാൻ പോകും. അപ്പോൾ അതിനെന്താ ചെയ്തേ? ഇവിടെ ചെയ്ത പോലെ ഒരു ചെരിഞ്ഞ വര വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ചെരിഞ്ഞ വര ഞാൻ വരച്ചു. ഇനി അതിലെന്ത് ചെയ്യാൻ പോവാണ്? ഒരു 3 തുല്യ ഭാഗങ്ങൾ അടയാളപ്പെടുത്തും. അതായത് കോമ്പസ് ഉപയോഗിച്ച് ഒരു ആർക്ക് വരച്ചു, അതേ അളവിൽ ഇവിടെ നിന്ന് വരച്ചു, അതേ അളവിൽ ഇവിടെ നിന്ന് വരച്ചു. അപ്പോൾ ഇത് 3 ഈക്വൽ പാർട്ടാണ്. സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയാൽ തുല്യമായിരിക്കണം. കോമ്പസാണ് എപ്പോഴും സൗകര്യം. കോമ്പസിന് തുല്യമായിട്ട് 3 ഭാഗങ്ങൾ ഇതുപോലെ അടയാളപ്പെടുത്തി. അപ്പോൾ ആദ്യം ചെയ്ത പോലെ 3ാമത്തെ പാർട്ടുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് പാരലായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇതിലൂടെ പാരലായി വരയ്ക്കാം, ഇതിലൂടെയും വരയ്ക്കാം. അപ്പോൾ 3 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഈക്വൽ ആണ്. നമ്മൾ അങ്ങനെയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 ഈക്വൽ ആവണ്ടേ? അപ്പോൾ ഈ 11 സെന്റിമീറ്ററിനെ 3 തുല്യ ഭാഗമാക്കി മാറ്റി. അപ്പോൾ ഇത് ഓരോന്നുമാണ് സമഭുജ ത്രികോണത്തിന്റെ വശങ്ങൾ. 3 വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഇതൊരു വശത്തിന്റെ നീളമായി. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് കോമ്പസ് ഉപയോഗിച്ച് ഇങ്ങനെ അളന്നെടുത്തിട്ട് ഇവിടെ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ അതേ അളവ് തന്നെ ഇവിടെ കുത്തി ഇങ്ങനെ മാർക്ക് വരയ്ക്കുക. അപ്പോൾ കണ്ടോ, ഇത് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് വേണ്ട ട്രയാങ്കിൾ. കണ്ടോ, ഇത് 3 വശങ്ങളും തുല്യമാണ്. മൊത്തം 11 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിങ്ങനെ വളച്ചെടുത്തു. അപ്പോൾ ഇത് 3 കൂടി ചേർന്നാൽ 11 സെന്റിമീറ്റർ വരും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വളരെ ലളിതമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.